കാട്ടാനശല്യത്തിൽ വലഞ്ഞ ഇടുക്കി ജില്ലയിലെ മൂന്നാർ, മറയൂർ, കാന്തല്ലൂർ മേഖലകൾ. മൂന്നാർ പുതുക്കാട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മറയൂർ ശിവൻപന്തിയിൽ കാട്ടുകൊമ്പൻ റിസോർട്ടിന്റെ ഷെഡ് തകർത്തു. കാന്തല്ലൂർ ടൗണിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാടുകയറാൻ കൂട്ടാക്കിയിട്ടില്ല പടയപ്പ. കഴിഞ്ഞ 2 മാസത്തിലധികമായി ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ പടയപ്പയുടെ സാന്നിധ്യമുണ്ട്. മൂന്നാർ പുതുക്കാട് എസ്റ്റേറ്റിൽ ഇന്നലെ ഇറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിലവിൽ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. ആനയുടെ നീക്കം RRT സംഘം നിരീക്ഷിച്ചു വരികയാണ്. പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തിന് സേവനമുണ്ടാകുമെന്ന് ഉറപ്പ് വനം വകുപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയം ഉടലെടുക്കുന്നുമുണ്ട്. ജനവാസ മേഖലയിലൂടെ ചുറ്റിത്തിരിയുന്ന കൊമ്പൻ വ്യാപക കൃഷിനാശമാണ് മൂന്നാർ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മറയൂർ കീഴാന്തൂർ ശിവൻപന്തിയിലാണ് ഇന്നലെ ഒറ്റയാന്റെ അതിക്രമമുണ്ടായത്. റിസോർട്ടിനോട് ചേർന്നുണ്ടായിരുന്ന ഷെഡ് ആന തകർത്തു. നാട്ടുകാർ വിരിക്കൊമ്പൻ എന്ന് വിളിക്കുന്ന ആനയാണ് അതിക്രമം നടത്തിയത് എന്നാണ് നിഗമനം. സമാനമായി കാന്തല്ലൂർ മേഖലയിലും ഇന്നലെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായി. കാന്തല്ലൂർ ടൗണിനോട് ചേർന്നിറങ്ങിയ ആനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമാകുമ്പോൾ വനം വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. ജനം, ഇടുക്കി.